ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ് പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ ചെയ്യുന്ന ഈ പിക്കിൾ കുക്കിംഗ് അറിയാത്തവർക്ക് വരെ തയ്യാറാക്കാവുന്നതാണ്. കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും ഡേറ്റ്സും കൊണ്ടാണ് ഈ പിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ കുരുവില്ലാത്ത കറുത്ത മുന്തിരി, ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തതാണ്. കൂടെ തന്നെ 100 ഗ്രാം ഈന്തപ്പഴം രണ്ടായി പിളർന്ന് കുരു കളഞ്ഞതും. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ പതിവ് പോലെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ കടുകാണ്. ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കതിർപ്പ് വേപ്പിലയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 20 കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു പകരം 4-5 പച്ചമുളക് ചേർത്താലും മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എല്ലാവർക്കും ചിലപ്പോൾ പഞ്ചസാരയുടെ മധുരമോ അല്ലെങ്കിൽ അച്ചാറിന്റെ മധുരം ഉള്ളതോ ഇഷ്ടമാവില്ല. അപ്പോൾ ഈന്തപ്പഴത്തിന്റെ മധുരം ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഈ സമയം കുരുവില്ലാത്ത ഈ കറുത്ത മുന്തിരി ധാരാളമായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മാത്രം കായത്തിന്റെ പൊടിയാണ് കേട്ടോ. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല കായത്തിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ആണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 100 ml വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒരല്പം ഒന്ന് ഗ്രേവിയുമായിട്ട് ചേർന്ന് വരണം. അപ്പോൾ നമുക്ക് ചെറുതിയിലിടാം കേട്ടോ. ഏകദേശം 5 മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം മുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രേവിയും മുന്തിരിയും കൂടി നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനി നമുക്ക് നല്ല വൃത്തിയുള്ള വെള്ളം ഒട്ടുമില്ലാത്ത, സാധിക്കുമെങ്കിൽ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുത്ത് ഒരു ഗ്ലാസ് ജാർ ബോട്ടിലേക്ക് മാറ്റാം. ഏറ്റവും മുകളിലായി നമ്മൾ ചേർത്ത് കൊടുത്ത കോക്കനട്ട് ഓയിൽ പൊങ്ങി വരണം. എങ്കിൽ മാത്രമേ പിക്കിൾ മോശമാകാതെ ഇരിക്കുള്ളൂ. ഏകദേശം 3 ദിവസം കഴിയുമ്പോഴേക്കും മുന്തിരിയിൽ ഉപ്പും വിനീഗറും പഞ്ചസാരയുടെ മധുരവും ഒക്കെ പിടിച്ചു തുടങ്ങും. അപ്പോൾ മുതൽ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് പിക്കിളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണേ. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.